നമുക്കൊപ്പം ചേരുന്നു ശ്രീമതി ഗായത്രി വർഷ. ഈ പാർവതി പറയുന്ന ഒരു കാര്യം പൊതുസമൂഹത്തിന് ലഭിക്കാത്ത ഒരു പിന്തുണയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം പരാതി പറയാൻ നമുക്ക് നിയമ സംവിധാനമുണ്ട്, ഹേമ കമ്മിറ്റി പോലെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഈ തൊഴിലിടത്ത് നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. നമുക്കറിയാം, പരാതി പറഞ്ഞ പലർക്കും പിന്നെ തൊഴിലിടത്ത് മാറ്റി നിർത്തൽ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. അത്തരം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രട്ടേണിറ്റി തന്നെ അങ്ങനെ ഈ സംവിധാനത്തിന് അത്തരം പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഈ പാർവതി പറയുന്നത്. താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നോട്? ഞാൻ പാർവതിയുടെ ബൈറ്റ് പൂർണ്ണമായും കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ മീഡിയ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ ഖണ്ഡിക്കുക, അതിനോട് എത്രത്തോളം യോജിക്കുക എന്നുള്ളത് എനിക്ക് പൂർണ്ണമായും കേൾക്കാതെ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞെടുത്തൊന്നും തീർച്ചയായിട്ടും പാർവതി പറഞ്ഞതിനോട് യോജിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇതുപോലെ ഒരു കേസിലേക്ക് പോകുക, പരാതി കൊടുക്കുക, അങ്ങനെയുള്ളത് വാർത്തയാവുക ചെയ്തു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവരെ വ്യക്തിപരമായി വളരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പൊതുസമൂഹം എപ്പോഴും സ്വീകരിച്ച് കാണുന്നത്. അത് നമുക്ക് ഈ അടുത്ത നാളിലുണ്ടായ പല അനുഭവങ്ങളിലും, പല പെൺകുട്ടികളുടെ അനുഭവങ്ങളിലും അത് ഉണ്ടാവുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ശരിയാണ്. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ ഒന്നിച്ചു കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരിടത്ത് അരുതായ്മകളുടെ ഒരു നോട്ടം പോലും ഉണ്ടാവാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നിച്ച് നിൽക്കുന്ന തൊഴിലിടവുമാണ്. അതിനകത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതുകൊണ്ട് ഫ്രട്ടേണിറ്റി ആ രീതിയിൽ ഒരാളുടെ സുരക്ഷയ്ക്കോ വ്യക്തിത്വത്തിനോ ഒന്നും കാവലായി നിൽക്കുന്നില്ല എന്ന് തന്നെയുള്ള അഭിപ്രായം എനിക്കുമുണ്ട്. പിന്നെ ഇപ്പൊ ഉണ്ടായേക്കുന്ന ഈ നടപടികൾ വളരെ ശക്തമാണ്. ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള അധികാര ഇടങ്ങളെ, പ്രത്യേകിച്ച് സർക്കാരിന്റെ നിലപാടൊക്കെ വളരെ ശക്തമാണ്. ആ ഒരു നിലപാടിന്റെ ഇടത്ത് അതിനോടനുബന്ധമായ ഒരു സാംസ്കാരിക അവബോധം പൊതുസമൂഹത്തിനുണ്ടാവണം. ആ സാംസ്കാരിക അവബോധം ഉണ്ടാക്കുന്നിടത്ത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊക്കെ വലുതായ പങ്കുണ്ട്. അത് എത്രമാത്രം സത്യസന്ധമായി നമ്മളൊക്കെ നിറവേറ്റുന്നുണ്ട് എന്ന് നമ്മളും കൂടി ചിന്തിക്കണല്ലോ. ഈ താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് തന്നെ പാർവതി യോജിച്ചിട്ടുണ്ട്. കാരണം ഈ ഹേമ കമ്മിറ്റി തുടക്കമിട്ടത് വലിയൊരു നീക്കമാണ്, വലിയൊരു വിപ്ലവമാണ്. അത് ശുഭകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന പ്രതീക്ഷയാണ് വെക്കുന്നത്. പക്ഷേ ഗായത്രി, ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. നമുക്ക് ഈ പരാതിയുമായി സമീപിക്കുന്നവർക്ക്, നമുക്ക് സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും അവർക്ക് എത്ര കണ്ട് സംരക്ഷണം നൽകാം, അതായത് തൊഴിലിടത്തെ സംരക്ഷണം നൽകാം എന്നതിലൊരു പരിമിതിയില്ലേ? യഥാർത്ഥത്തിൽ ഈ സിനിമ ഫ്രട്ടേണിറ്റി ആണല്ലോ, ആ മൂവ്മെൻറ്റും ആ ഒരു കൂട്ടായ്മ തന്നെയാണല്ലോ അവരുടെ തൊഴിലിടത്തിൽ അവർക്കൊരു സംരക്ഷണം ഒരുക്കേണ്ടത്. കാരണം ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡാണ്, അവസരങ്ങൾ പല സാഹചര്യങ്ങളിൽ കിട്ടുന്നതാണ്, അതിൻ്റെ ഭാഗ്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും പരാതി പറഞ്ഞതിൻ്റെ പേരിൽ കഴിവുള്ള ആരും പിന്തള്ളപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും അപ്പുറം ആ കൂട്ടായ്മ കൂടിയല്ലേ? തീർച്ചയായിട്ടും ഇതിനെ എന്റെ അഭിപ്രായത്തിൽ ഇതിനെ വേർപെടുത്തി ഓരോന്നായി നിർത്തുന്നിടത്തല്ല. ഇപ്പൊ 3 സംവിധാനങ്ങളുടെ പേര് നിങ്ങൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഈ 3 സംവിധാനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വേണം. സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാകുന്ന ഫ്രട്ടേണിറ്റി ഏറ്റവും അനിവാര്യമായ ഘടകം തന്നെയാണ്. അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് അമ്മ പോലെയുള്ള ഒരു സംഘടന പോലും റെലവെന്റ് അല്ലാതെ അപ്രസക്തമായി ഒന്നും ചെയ്യാനില്ലാത്ത പോലെ നിൽക്കുന്നത്. അവർക്ക് ചെയ്യേണ്ടുന്ന കടമകളെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാതെ നിന്നു പോകുന്നത് കൊണ്ട് കൂടെ നിൽക്കുന്നവരുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം എടുക്കുക. അത് അമ്മ മാത്രമല്ല, ആർട്ടിസ്റ്റുകളെ മാത്രമല്ല ഞാൻ പറയുന്നത്, ടെക്നീഷ്യന്മാരെ ഉൾപ്പെടെ. പിന്നെ ഈ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ലക്കിന്റെ എലമെന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്, തൊഴിലെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ലക്കിന്റെ എലമെന്റ് ഒന്നുമല്ല. ഏറ്റവും സുരക്ഷിതമായിട്ടും ഏറ്റവും ധാർമ്മിക ബോധത്തോടെ ഏറ്റവും ക്രിയേറ്റീവായിട്ടും ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന് കൂട്ടായിരിക്കുക എന്നുള്ള ശക്തമായ ഒരു മാനസിക നിലയിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇത് ഈ ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ലൂസേഴ്സിനെ സൃഷ്ടിക്കലാണ്. ഒരു തരത്തിൽ അവനവന്റെ ചുമതലകളിൽ നിന്നും അവനവന്റെ നിലപാടുകളിൽ നിന്നും ഡൈല്യൂട്ട് ചെയ്യലാണ് ഈ ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ. അപ്പൊ മറ്റേത് ഇൻഡസ്ട്രിയിലാണ് ഇത്തരം ഭാഗ്യനിർഭാഗ്യങ്ങൾ പറയുന്നത്? ഈ ഭാഗ്യനിർഭാഗ്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് പൊതുസമൂഹത്തിലുള്ള അംഗീകാരവും അതുവഴി വരുന്ന കച്ചവടത്തിലുമാണ്. ഈ പൊതുസമൂഹത്തിലുള്ള അംഗീകാരം കുറച്ചുകൂടി നിലപാടിന്റെ കൂടി ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീമതി ഗായത്രി വർഷ, ഒന്ന്